അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മിക്സിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ തന്നെ തീരെ നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഫുഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ റേഷൻ അരി കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് റേഷൻ അരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുകയും വേണം. ഫസ്റ്റ് ഞാൻ എന്തായാലും അരി എടുത്തിട്ടുണ്ട്. അരി ഇവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് ഡയറക്റ്റ്ലി ഇങ്ങ് വേവിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു അരമണിക്കൂർ ജസ്റ്റ് നമ്മുടെ അരി ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, അരി നന്നായിട്ട് ഒരു 2-3 തവണ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകണം. കഴുകിയ ശേഷം കുതിർത്ത് വെച്ചാൽ മതിയാവും. ഞാനിവിടെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കുറച്ചധികം വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ കുതിർക്കാനായിട്ട് വെക്കണം. നമ്മൾ ഈ അരി കുതിർക്കാനായിട്ട് വെക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. നെയ്യും യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ എന്തായാലും സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസാണ്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പാകത്തിന് വേവിച്ചെടുക്കണം. അരി വേവിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു കുഞ്ഞ് കലമാണ് എടുത്തിരിക്കുന്നത്. നമ്മളെടുത്ത അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കൂടുതൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കലത്തിനുള്ളിൽ ഞാനൊരു പകുതിയിൽ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക അതുപോലുള്ള ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിവിടെ അടച്ചല്ല വേവിക്കാൻ പോകുന്നത്. അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു അരിയാണ് ഇത്. എപ്പോഴും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് നോക്കുക പാകത്തിന് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ തുറന്നാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ അരി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും നിങ്ങൾ കുക്ക് ചെയ്യരുത്. അതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരി വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ സവാള നന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, ഒരു വലിയ തക്കാളി ഇങ്ങനെ നീളത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ ശരിക്കും ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഈ ഒരു ചിക്കൻ കറി ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എനിക്ക് ആദ്യം സവാളയും തക്കാളിയും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊരു മിക്സിയിൽ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാതെയാണ് വെക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാള ഞാനിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉപ്പിട്ടത്. ഓൾറെഡി അത് നന്നായിട്ട് അരഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണിപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തത്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു 5 മിനിറ്റും കൂടി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. കാരണം നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ പെരുംജീരകമാണ്. അപ്പോൾ ചിക്കന് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്കിനി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഓരോ മസാലയും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയും ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ ചില്ലി സോസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസും ചില്ലി സോസും സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടും 1/2 ടീസ്പൂൺ വീതം ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ ചില്ലി ആയതുകൊണ്ട് 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മിക്സിനുള്ളിലേക്ക് വെള്ളം ഒഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ തന്നെ തീരെ നമ്മൾ വെള്ളം ഒഴിക്കാഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും വെള്ളം ഊർന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വേവിക്കാം. പിന്നെ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിവിടെ വെയിറ്റ് ഇടാണ്ടാണ് മൂടി വേവിക്കുന്നത്. അപ്പം നമ്മുടെ അരി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 സ്പൂൺ നെയ്യാണ്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി വെള്ളം നന്നായിട്ടൊന്ന് വാർത്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ ഇവിടെ 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം. തീരെ വെള്ളം നമ്മൾ ഒഴിച്ചിരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട്. നന്നായിട്ട് തിളച്ചു വന്നു. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്നൊന്ന് വേവിക്കാം. ആ ഗ്രേവി ഒന്ന് വറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഫോമിൽ തന്നെ എടുത്താലും മതിയാവും. അപ്പോൾ ഞാനിനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്.
നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി ദമ്മിടാം. ഇനി ഇതുപോലൊരു പാത്രമാണ് ദമ്മിടാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ബീൻസാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാരറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബീൻസ് മാത്രം വഴറ്റിയെടുക്കുന്നത്. ഇനി ഞാൻ നമ്മുടെ ചോറ് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പരുവത്തിന് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒന്നും തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല, അതേ സെപ്പറേറ്റ് തന്നെയാണ് ഇരിക്കുന്നത്. വളരെ നന്നായിട്ട് നമുക്ക് വേണ്ട പാകത്തിന് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതുപോലെ നിങ്ങൾ അരി വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീൻ പീസ് കൂടി ഒന്ന് ആ ഒരു അരിയുടെ കൂട്ടത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം പകുതിയോളം ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ചോറ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ 2-3 ലെയറായിട്ടാണ് ദം ചെയ്യാറ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ 2 ലെയർ മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. ഇടയ്ക്കുള്ള ഒരു ലെയറിൽ മാത്രമേ ചിക്കൻ ഒഴിച്ചുള്ളൂ. സാധാരണയായിട്ട് ഈ ഒരു 2ാമത്തെ ലെയറും ചിക്കൻ ചെയ്ത ശേഷം മുകളിൽ കുറച്ചുകൂടി ചോറിട്ട് ഫില്ല് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഞാനിവിടെ 2 ലെയർ ചോറും അതുപോലെ തന്നെ 2 ലെയർ ചിക്കനും അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ഗാർണിഷ് ചെയ്യേണ്ട ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ലെയറിന് മുകളിലും നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഞാൻ ഈ ഒരു പാത്രം മുഴുവനായിട്ട് മറ്റൊരു പാത്രത്തിനുള്ളിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്. ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്, വെള്ളവും ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഈ പാത്രം ഇപ്പോൾ ഇതിനുള്ളിലേക്ക് ഇരിക്കില്ല, അത് പ്രശ്നമില്ല. നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക, ഒരുപാട് വെള്ളമൊന്നും എടുക്കണ്ട. കാരണം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് വെള്ളം എടുക്കുക. ഇനി നമുക്കിതിനൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഡലി പാത്രത്തിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഏകദേശം 5 മിനിറ്റ് കൂടുതലായി. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സാധാരണ ബിരിയാണിയുടെ അതേ മണം തന്നെയാണ് നമുക്കിപ്പോൾ വരുന്നത്. നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ചിക്കന് പകരം നമുക്കിപ്പോൾ മുട്ട വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.